Next topic is advantages of performance budgeting. First one, it presents clearly the purpose and objectives for which funds are required. ഇവിടെ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഫണ്ട് സ്പെൻഡ് ചെയ്യുന്നത്, അതിൻ്റെ പർപ്പസ് എന്താണ്, അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റീവ് എന്താണ്, ആ ഫണ്ട് സ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്ത് ഔട്ട്പുട്ടാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ എന്ത് പെർഫോമൻസ് ആണ് നമുക്ക് കിട്ടുന്നത് എന്ന് ക്ലിയർ ആയിട്ട് ഇവിടെ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. വൈ വി ഹാവ് ടു സ്പെൻഡ് ദി ഫണ്ട്സ് എന്നുള്ളതിനൊരു ആൻസർ ഇവിടെ തരുന്നുണ്ട്. Then second one, it measures progress towards short term and long term objectives. ഇവിടെ ഷോർട്ട് ടേം അതുപോലെ തന്നെ ലോങ് ടേം ഒബ്ജക്റ്റീവ്, രണ്ട് തരത്തിലുള്ള ഒബ്ജക്റ്റീവ്സിന് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. പിന്നെ അതിലേക്കുള്ള നമ്മുടെ പ്രോഗ്രസ് എത്രത്തോളം ഉണ്ട്, നമ്മുടെ പെർഫോമൻസ് എത്രത്തോളം നമ്മൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് നമ്മൾ ഈ ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യാനായിട്ട് നമ്മൾ അണ്ടർടേക്കൺ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഇവിടെ മെഷർ ചെയ്യുന്നു. And third one, it improves the budget formulation at the various levels of management. Different levels of management, in top level, middle level, lower level, അങ്ങനെ ഓരോ ലെവലിൽ വരുന്ന മാനേജീരിയൽ ലെവലിലും ബഡ്ജറ്റ് ഫോം ചെയ്യാനായിട്ട് ഈ ഒരു സിസ്റ്റം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. We can prepare budgets at different levels of management. The next one, it improves coordination between top management and lower management. ടോപ്പ് ലെവൽ ആൻഡ് ലോവർ ലെവൽ തമ്മിലൊരു കോർഡിനേഷൻ അറ്റൈൻ ചെയ്യാനായിട്ട് ഈ ഒരു പെർഫോമൻസ് ബഡ്ജറ്റിംഗ് ഹെൽപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ, ഇറ്റ് എൻഹാൻസസ് ദ അക്കൗണ്ടബിലിറ്റി ഓഫ് ദി മാനേജ്മെന്റ്. മാനേജ്മെന്റിന്റെ ഒരു കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു അക്കൗണ്ടബിലിറ്റി എൻഹാൻസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് മോർ ഇഫക്റ്റീവ് പെർഫോമൻസ് ഓഡിറ്റ്. അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും അല്ലെങ്കിൽ ഓരോ സെക്ഷൻസിന്റെയും പെർഫോമൻസ് എത്രത്തോളം എന്നുണ്ടെന്ന് മെഷർ ചെയ്യാനായിട്ടുള്ള ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടൂളാണ് ഈ ഒരു പെർഫോമൻസ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ആക്ടിവിറ്റീസും അല്ലെങ്കിൽ ഓരോ ഫങ്ഷൻസും ഒക്കെ വളരെ ഇഫക്റ്റീവായിട്ട് അതിൻ്റെയൊക്കെ പെർഫോമൻസ് എത്തി നിൽക്കുന്നുവെന്ന് മെഷർ ചെയ്യാനായിട്ട് ഈസിയാണ്. ആൻഡ് ലാസ്റ്റ് വൺ, ഇറ്റ് എൻഷുവേഴ്സ് എഫിഷ്യൻറ്റ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നു. ഇതൊക്കെയാണ് അഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് ലിമിറ്റേഷൻസ് ആണ്. ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു ക്ലാസിഫൈ ഓൾ ഓപ്പറേഷൻസ് ഇൻ ടു വേരിയസ് ഫങ്ഷൻസ്, പ്രോഗ്രാംസ് ആൻഡ് ആക്ടിവിറ്റീസ്. അപ്പോൾ എൻ്റയർ ഓർഗനൈസേഷനിലെ എൻ്റയർ ഓപ്പറേഷൻസിന് നമ്മളിങ്ങനെ ഡിഫറെൻ്റ് ആക്ടിവിറ്റീസും പ്രോഗ്രാംസ് ഒക്കെ ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അത് ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു ടാസ്ക്കാണ്. എല്ലാ ഓപ്പറേഷൻസിനെയും നമ്മളിങ്ങനെ ഓരോ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഓരോ ഫങ്ഷനായിട്ട് ക്ലാസിഫൈ ചെയ്യാന്നുള്ളത് ഡിഫിക്കൽട്ടാണ്. Then second one, it evaluates only quantitative and financial variables of the program. It lacks qualitative approach. അതായത് ഒരു പെർഫോമൻസ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ചാണ്. ഇവിടെ നമ്മൾ ആക്ടിവിറ്റീസ് നമ്മൾ മെഷർ ചെയ്യുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ടേംസിലും അതുപോലെ മണി വാല്യൂവിലാണ്. ഫിനാൻഷ്യൽ വേരിയബിൾസ് എന്ന് പറയുന്ന മണി വാല്യൂവിലും നമ്മളിവിടെ പെർഫോമൻസ് മെഷർ ചെയ്യുന്നു. അതേസമയം ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു രീതിയിൽ ഇവിടെ നമ്മൾ മെഷർ ചെയ്യുന്നില്ല. അപ്പോൾ ഇത് ക്വാളിറ്റേറ്റീവ് അപ്രോച്ച് ഇവിടെ വരുന്നില്ല, ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ചാണ് പെർഫോമൻസ് ബഡ്ജറ്റിംഗിൽ വരുന്നത്. ദെൻ തേർഡ് വൺ, ലാക്ക് ഓഫ് യൂണിഫോമിറ്റി ഇൻ അക്കൗണ്ടിംഗ് ഹെഡ്സ് മേക്സ് കമ്പാരിസൺ ഓഫ് ബഡ്ജറ്റ് വിത്ത് ആക്ച്വൽ ഫ്രൂട്ട്ലെസ് എക്സസൈസ്. അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റുകളും അവർ മെഷർ ചെയ്യുന്നതും അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് റെക്കോർഡ് ചെയ്യുന്നതും ഒക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ്. ഒരു യൂണിഫോമിറ്റി അവിടെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കഴിയില്ല. സോ അതുകൊണ്ട് കമ്പാരിസൺ എന്നുള്ളത് നമുക്കൊരു കമ്പാരിസൺ ചെയ്യാനായിട്ട് കഴിയില്ല. കാരണം ഓരോ ഡിപ്പാർട്ട്മെന്റുകളും ഓരോ അവരുടെ ടാർഗറ്റ്സ് മെഷർ ചെയ്യുന്നതും റെക്കോർഡ് ചെയ്യുന്നതും ഒക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ്, യൂണിഫോമിറ്റി ഇല്ല. അതുകൊണ്ട് കമ്പാരിസൺ ഡിഫിക്കൽട്ടാണ്. ആക്ച്വലും പെർഫോമൻസും അതുപോലെ ബഡ്ജറ്റഡ് പെർഫോമൻസും തമ്മിൽ നമുക്കിങ്ങനെ കമ്പയർ ചെയ്യാന്നുള്ളത് ബുദ്ധിമുട്ടായിരിക്കും. കാരണം യൂണിഫോമിറ്റി ഇൻ റെക്കോർഡിങ് ഓൾ ദീസ് അത് വരുന്നത് കൊണ്ട് നമുക്ക് കമ്പാരിസൺ ഡിഫിക്കൽട്ടാവും. ആൻഡ് ദി ലാസ്റ്റ് വൺ, ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഓൺലി ഫോർ സച്ച് പ്രോഗ്രാംസ് വേർ ഇവാലുവേഷൻ ക്യാൻ ബി ഡൺ ഇൻ എ പ്രിസൈസ് മാനർ. Therefore, its scope is limited. അപ്പോൾ ഇത് ലിമിറ്റഡ് സ്കോപ്പ് മാത്രമേ ഉള്ളൂ ഈ ഒരു പെർഫോമൻസ് ബഡ്ജറ്റിങ്ങിന്. അതായത് നമുക്കിവിടെ ഇവാലുവേഷൻ കറക്റ്റായിട്ട് നടത്താനായിട്ട് കഴിയണം. അങ്ങനെയുള്ള ഏരിയകളിൽ മാത്രമേ ഈ ഒരു പെർഫോമൻസ് ബഡ്ജറ്റിങ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ അതിന് ലിമിറ്റഡ് സ്കോപ്പാണ് എന്നാണ് പറയുന്നത്. ഇതൊക്കെയാണ് ലിമിറ്റേഷൻസ് ആയിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ
പെർഫോമൻസ് ബഡ്ജറ്റിംഗ് ആൻഡ് ട്രഡീഷണൽ ബഡ്ജറ്റിംഗ് ആണ്. ട്രഡീഷണൽ ബഡ്ജറ്റിങ്ങും ഈ ഒരു പെർഫോമൻസ് ബഡ്ജറ്റും തമ്മിൽ എന്താണ് വ്യത്യാസം? ഫസ്റ്റ് പോയിന്റ്, ട്രഡീഷണൽ ബഡ്ജറ്റിംഗ് ഈസ് ബേസ്ഡ് ഓൺ ദി പ്രീവിയസ് ഇയേഴ്സ് ബഡ്ജറ്റ്. നേരത്തെ പറഞ്ഞു, അത് പ്രീവിയസ് ഇയറിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത ബഡ്ജറ്റിനെ ബേസ് ചെയ്തിട്ടാണ് പുതിയ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. പക്ഷേ പെർഫോമൻസ് ബഡ്ജറ്റിംഗിൽ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഫങ്ഷൻസ്, ആക്ടിവിറ്റീസ് ആൻഡ് പ്രോജക്ട്സ്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് പെർഫോമൻസ് ബഡ്ജറ്റിംഗിൽ പ്രിപ്പയർ ചെയ്യുന്നത്. ഫങ്ഷൻസ്, ആക്ടിവിറ്റീസ്, പ്രോഗ്രാംസ് ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് അവിടെ ബഡ്ജറ്റ് പ്രിപ്പറേഷൻ നടക്കുന്നത്. സെക്കൻഡ് വൺ, ഫോക്കസസ് ഓൺ കോസ്റ്റ്, ദെൻ ഫോക്കസസ് ഓൺ പെർഫോമൻസ്. ട്രഡീഷണൽ ബഡ്ജറ്റിംഗിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കോസ്റ്റിനാണ്. ആ കോസ്റ്റ് എത്ര നമുക്ക് വരുന്നുണ്ട് അതിന്റെ ബേസിലാണ് ഫണ്ട് അലോക്കേറ്റ് ചെയ്യുന്നത്. പക്ഷെ പെർഫോമൻസ് ബഡ്ജറ്റിംഗിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പെർഫോമൻസിനാണ്. എന്ത് ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടേണ്ടത് അതിനാണ് ഇമ്പോർട്ടൻസ്, അതിനു വേണ്ടിയിട്ടാണ് ഫണ്ട് അലോക്കേറ്റ് ചെയ്യുന്നത്. തേർഡ് വൺ, ടാർഗറ്റ്സ് ആർ മെഷേർഡ് ഇൻ ടേംസ് ഓഫ് മണി. ട്രഡീഷണൽ ബഡ്ജറ്റിംഗിൽ നമ്മൾ ടാർഗറ്റ്സ് മെഷർ ചെയ്യുന്നത് മണി വാല്യൂവിലാണ്. എത്ര ടാർഗറ്റ് നമുക്ക് അറ്റൈൻ ചെയ്യണം, അതിന് എത്ര ഫണ്ട് വേണം എന്നുള്ളതൊക്കെ മണി വാല്യൂവിലാണ് മെഷർ ചെയ്യുന്നത്. പക്ഷേ പെർഫോമൻസ് ബഡ്ജറ്റിംഗിൽ നമ്മൾ മണി വാല്യൂവിലും അതുപോലെ തന്നെ ഫിസിക്കൽ യൂണിറ്റ്സിൽ, 2 യൂണിറ്റിൽ ഇവിടെ മെഷർ ചെയ്യുന്നുണ്ട്. ബോത്ത് ഇൻ ടേംസ് ഓഫ് മണി വാല്യൂ ആസ് വെൽ ആസ് ഫിസിക്കൽ യൂണിറ്റ്സ്. ഈ 2 യൂണിറ്റിലും നമ്മൾ ടാർഗറ്റ്സ് മെഷർ ചെയ്യുന്നു. നെക്സ്റ്റ് വൺ, ഡിസിഷൻ മേക്കിംഗ് ഫ്ലോസ് ഡൗൺവേർഡ്സ് ആസ് വെൽ ആസ് അപ്വേർഡ്സ്. അവിടെ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് ഡൗൺവേർഡ്സ് ആൻഡ് അപ്വേർഡ്സ് 2 രീതിയിലും ഡിസിഷൻസ് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഫ്രം ടോപ്പ് ടു ബോട്ടം ആൻഡ് ഓൾസോ ഫ്രം ബോട്ടം ടു ടോപ്പ്. ബട്ട് പെർഫോമൻസ് ബഡ്ജറ്റിംഗിൽ ഡിസിഷൻ മേക്കിംഗ് മെയിൻലി ഫ്ലോസ് ഡൗൺവേർഡ്സ്. അവിടെ ഡൗൺവേർഡ്സ് മാത്രമാണ് വരുന്നത്. അതായത് ടോപ്പ് ലെവൽ ഡിസിഷൻസ് എടുക്കുന്നു, അത് ലോവർ ലെവലിലേക്ക് പാസ് ചെയ്യുന്നു. അപ്പോൾ ഡൗൺവേർഡ് ഡിസിഷൻ മേക്കിംഗ് ആണ് അവിടെ വരുന്നത്. പക്ഷേ ട്രഡീഷണൽ ബഡ്ജറ്റിംഗിൽ അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ് ഡിസിഷൻ മേക്കിംഗ് വരുന്നുണ്ട്. ആൻഡ് ലാസ്റ്റ് വൺ, റിലേറ്റഡ് ടു പ്രോബ്ലംസ് ഓഫ് ഹയർ ലെവൽ മാനേജ്മെന്റ്. ട്രഡീഷണൽ ബഡ്ജറ്റിംഗ് മെയിനായിട്ട് വരുന്നത് ഹയർ ലെവൽ മാനേജ്മെന്റ്, ടോപ്പ് ലെവൽ മാനേജ്മെന്റിന്റെ പ്രോബ്ലംസുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്നു. കാരണം അവിടെ മാനേജേഴ്സാണ് ഫണ്ട് അലോക്കേറ്റ് ചെയ്യുന്നത് ഡിഫറെന്റ് പ്രോജക്ട്സിനും ഡിഫറെന്റ് നമ്മൾ അറ്റൈൻ ചെയ്യുന്ന ടാർഗറ്റ്സ്. ഇതിനെയൊക്കെ ബേസ് ചെയ്ത ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആണ് അവിടെ മെയിനായിട്ട് ബഡ്ജറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. പക്ഷെ പെർഫോമൻസ് ബഡ്ജറ്റിംഗിൽ ലോവർ ആൻഡ് മിഡിൽ ലെവൽ മാനേജ്മെന്റ് ആണ് അവിടെ കൂടുതലായിട്ട് ഈ ബഡ്ജറ്റ് പ്രിപ്പറേഷനിൽ ഇൻവോൾവ് ചെയ്യുന്നത്. ലോവർ ആൻഡ് മിഡിൽ ലെവൽ മാനേജ്മെന്റ്. അപ്പോൾ ഇതൊക്കെയാണ് ഡിഫറൻസസ് വരുന്നത്.